ഇങ്ങനെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിച്ചതല്ലേ? ഇന്ന് നമ്മൾ പുതിയ ഹദീസാണ് പഠിക്കാൻ പോകുന്നത്. റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിലെ 180 ബാബായ ബാബുൽ ഖിറാഅത്തുൽ ഖുർആൻ എന്ന ബാബിലെ 7ാമത്തെ ഹദീസ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മഹത്വവും സൂചിപ്പിക്കുന്ന ഹദീസ്. നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن ابن عمر رضي الله عنه عن النبي صلى الله عليه وسلم قال: لا حسد إلا في اثنتين، رجل آتاه الله القرآن فهو يقوم به آناء الليل وآناء النهار، ورجل آتاه الله المال فهو ينفقه آناء الليل وآناء النهار. متفق عليه. നമുക്ക് ഹദീസിന്റെ അർത്ഥം നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലയതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു: ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കൂട്ടുകളാണ് അസൂയ വയ്ക്കാൻ പാടില്ല. കുട്ടികളെ എത്ര കൂട്ടുകളാണ്? രണ്ട് കൂട്ടുകളെ അസൂയ വയ്ക്കാൻ പാടില്ല. റജുലുൻ, ഒരു കൂട്ടർ, ആതാഹുല്ലാഹുൽ മാലൻ, അല്ലാഹു ധാരാളമായി സമ്പത്ത് നൽകുകയും, ഫഹുവ യുൻഫിഖുഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൻ. വറജുലുൻ, രണ്ടാമത്തെ കൂട്ടർ, ആതാഹുല്ലാഹുൽ ഖുർആൻ, അള്ളാഹു പരിശുദ്ധമായ ഖുർആനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുകയും രാവും പകലും അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ. ഹദീസിന്റെ മുഫസ്സിറായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ ശറഹ് ചെയ്യുന്നത് രണ്ട് രൂപത്തിലാണ്. അസൂയ എന്നത് മോശമായ സ്വഭാവമാണ്. അസൂയ വയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അസൂയ വയ്ക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അസൂയ വയ്ക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞ ഹദീസ്, ഈ ഹദീസ് വൈരുദ്ധ്യമായ ഹദീസാണ്. ഉലമാക്കൾ ജമ്മു ചെയ്യുന്ന രണ്ട് രൂപത്തിലാണ്. ഇവിടെ ഗായത്ത് അഥവാ പരിധിയെ സൂചിപ്പിക്കുന്നു. അതായത് അസൂയ വയ്ക്കൽ ഇസ്ലാമിൽ അനുവദനീയമാവുമെങ്കിൽ അത് ഈ രണ്ട് കൂട്ടുകളാകുന്നു. ആരോടൊക്കെയാണ്? അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ രാവും പകലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ. രണ്ടാമത്തെ കൂട്ടർ, അള്ളാഹു ധാരാളമായി സമ്പത്ത് നൽകുകയും രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൻ. ഈ ഹദീസിനെ ഉലമാക്കൾ ജമ്മു ചെയ്യാൻ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അഥവാ ഗായത്തിനെ പരിധിയെ സൂചിപ്പിക്കുന്നു. അതായത് അസൂയ വയ്ക്കൽ ഇസ്ലാമിൽ അനുവദനീയമല്ലല്ലോ. അപ്പോൾ അസൂയ വയ്ക്കൽ അനുവദനീയമാണെന്ന ഈ ഹദീസിനെ അവർ ജമ്മു ചെയ്യുന്നത് രണ്ട് രൂപത്തിൽ. ഒന്ന്, ഓയത്തിനെ പരിധിയെ സൂചിപ്പിക്കുന്നു, നേരത്തെ പറഞ്ഞല്ലോ. രണ്ടാമത്തേത് ഹസദിനെ അഥവാ വിബുദ്ധത്തിനെ ഹസദിന്റെ അർത്ഥം കൊടുക്കും. ഹസദ് എന്നാൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം അത് എന്നിൽ ഇല്ലാതാവുന്നതിനോടൊപ്പം മറ്റൊരാൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കലാണ് ഹസദ് എന്ന് പറഞ്ഞാൽ. വിബുദ്ധത്ത് എന്നാൽ മറ്റൊരാൾ കിട്ടിയ അനുഗ്രഹം അത് അവനിൽ നിലനിൽക്കുന്നതിനോടൊപ്പം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലാണ്. ഉദാഹരണത്തിന്, നാളെ ആഖിറത്തിൽ ഹാഫിളീങ്ങളായ മക്കളുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ഹാഫിളീങ്ങൾ അല്ലാത്തവരെ മാതാപിതാക്കൾ അസൂയപ്പെടുമെന്ന് പറഞ്ഞു. ആ അസൂയപ്പെടുമെന്ന് പറഞ്ഞത് വിബുദ്ധത്തിന്റെ അർത്ഥത്തിലുള്ള ഹസദിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇല്ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ എന്ന ഹദീസിലും വിബുദ്ധത്തിന്റെ അർത്ഥത്തിലുള്ള ഹസദിനെ ആണ് ഉദ്ദേശിക്കുകയെന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ട് അസൂയ എന്ന വിഷയത്തിലുള്ള താഴെയുള്ള ഹദീസുകൾ അവർ ചെന്ന് ചെയ്യുന്നു. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന്റെ മഹത്വത്തെ കുറിച്ച് വളരെയധികം ഖുർആനിലും പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. കാരണം പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം അള്ളാഹു മഹത്വമുള്ളതാക്കി. പരിശുദ്ധമായ ഖുർആൻ ആകാശ ലോകത്ത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടുവന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള മലക്ക്. പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ പ്രവാചകൻ, നമുക്കറിയാം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള പ്രവാചകൻ നമ്മുടെ എല്ലാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ മാസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള മാസം റമളാൻ മാസം. പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ രാത്രികൾ വെച്ച് ഏറ്റവും മഹത്വമുള്ള രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി.
അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു മഹത്വമുള്ളതാക്കി. അതുപോലെ തന്നെ വേറെ മറ്റു ഹദീസിൽ കൂടി കാണാൻ സാധിക്കും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾ ഏറ്റവും ഉത്തമ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്ക് രണ്ടാമത്തെ കൂട്ടിലേക്ക് പോകാം. വറജുലുൻ ആതാഹുല്ലാഹുൽ മാല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അവരെ കുറിച്ചും അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സൂറത്തുൽ ബഖറ പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന് ഉപമ ഒരു ധാന്യമണി നടന്നത് പോലെയാണ്. ആ ധാന്യമണിയിൽ 7 കതിരുകളുണ്ട്. ഓരോ കതിരുകളിലും 100 ധാന്യമണികൾ ഉണ്ടാവും. അതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 രൂപ ചെലവഴിക്കുന്നത് 700-ലേറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ, ചുരുക്കത്തിൽ അസൂയ വയ്ക്കൽ ഇസ്ലാമിന് അനുവദനീയമാവുമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയോടും പരിശുദ്ധ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരോടുമാകും. അതുകൊണ്ട് കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ രാപ്പകൽ ഓടിക്കൊണ്ടിരിക്കുന്നവരുടെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.